എനിക്ക് തോന്നുന്നു എന്താണ് അതിൻ്റെ ഇഷ്യൂ ആയത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്താണ് ഈ ജാനകി എന്നുള്ള പേര്? അല്ലാതെ സീതാദേവിയുടെ പേരായതുകൊണ്ടാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ നമ്മൾ പണ്ട് പേരുകൾ ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു എന്താണ് അതിൻ്റെ ഇഷ്യൂ ആയത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്താണ് ഈ ജാനകി എന്നുള്ള പേര്? അല്ലാതെ സീതാദേവിയുടെ പേരായതുകൊണ്ടാണ് അല്ലേ? അപ്പം നമ്മൾ പണ്ട് പോലെ നമുക്കറിയാം, ഇപ്പം എല്ലാ മതത്തിലും ഈ ദൈവങ്ങളുടെയോ പുണ്യാക്കന്മാരുടെയൊക്കെ പേരായിരിക്കും ഇടുക അല്ലേ? ഇപ്പോൾ ഇവിടെ എല്ലാ അല്ലേ, മേരി, ഈശോ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ക്രിസ്ത്യനില്ല. മറ്റേ ഉണ്ണികൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് അതുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതുവരെ ചെയ്തേക്കുന്ന എല്ലാ പടങ്ങളിലും, ലാലേട്ടനായാലും മമ്മൂക്കയായാലും ചെയ്തേക്കുന്ന എല്ലാ വേഷങ്ങളിലും ഒരു ദൈവത്തിൻ്റെ പേര് തന്നെയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആളുകളുടെ പേര് തന്നെയാണ്. ഞാനും ഒരു ദൈവത്തിൽ ജോണോ ജോണി എന്നൊക്കെ ആയിരിക്കും, ഫ്രാൻസിസ് എന്ന എൻ്റെ ഒഫീഷ്യൽ നെയിം. അപ്പോൾ അല്ലേ, അപ്പോൾ ഇത് നമുക്ക് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാഹചര്യം ഭയങ്കര കുഴപ്പമാണ്. അപ്പം അങ്ങനെയുള്ളടത്ത് എനിക്ക് തോന്നുന്നു ബിജു, അരുൺ, റോണി, അങ്ങനെയുള്ള പേരുകളുണ്ടല്ലോ. അങ്ങനെ പേരുകൾക്ക് വേണ്ടി ഒരു സൈറ്റിന് തുടങ്ങും. ഇവരുടെ ഒന്നും അല്ലാത്ത പേരുകൾ, സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പേരുകൾ എന്നും പറഞ്ഞ സൈറ്റ് തുടങ്ങും. നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക, ക്യാൻസർ വന്നു വെച്ചിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഒന്ന് കീമോ ചെയ്യണം, അല്ലെ കരിക്കണം, അല്ലെ മരിക്കണം, അത്രയേ ഉള്ളൂ. അനുഭവിക്കുക, വേറൊന്നും പറയാൻ എനിക്കില്ല. ചിന്തിക്കുക, പ്രതികരിക്കുക, അല്ല എന്നെ പറയണം. പക്ഷേ അവർ തന്നെ ആരായാലും അവരായിട്ട് വലിയ പ്രവർത്തിക്കുന്നവർ തന്നെ ചിന്തിക്കണം. അല്ലെങ്കിൽ വലിയ കുഴപ്പമല്ലേ, ഭയങ്കര പണ്ടത്തരമല്ലേ. എന്തായാലും അരുണും റോണിയൊക്കെ സേഫാ. ഓക്കെ. ജോൺ ചേട്ടൻ പറഞ്ഞല്ലേ, ഒരു സീനിയർ ഇവിടെ തൃശ്ശൂരുണ്ടായിരുന്ന ഡോക്ടർ പ്രവീൺ എന്ന പുള്ളിയുടെ പേര്. ഇപ്പോൾ പുള്ളിയുടെ വീട്ടിൽ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളോട് പോയി കഴിഞ്ഞപ്പോൾ പട്ടി കിടന്ന് ഭയങ്കര കുര, അൽസേഷൻ പട്ടി കിടന്ന് ഭയങ്കര കുര. പുള്ളി കുങ്കിണിയാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് എന്തോ പട്ടിയുടെ അടുത്ത് പറഞ്ഞു, മറ്റേ അൽക്കോ രണ്ടു തവണ പറഞ്ഞു. അപ്പോൾ പട്ടി കുറേ നിർത്തുന്നില്ല. അപ്പോൾ പുള്ളി ആകെ ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നു, പുള്ളി പട്ടി കുറേ നിർത്തുന്നില്ല. സോ പുള്ളിയുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവർ തമ്മിൽ വീണ്ടും കുങ്കിണി സംസാരിച്ചു. എന്തോ സംസാരിച്ചിട്ട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രവീണിന്റെ ഫാദർ പെട്ടെന്ന് വെച്ചാല് റോണി പറഞ്ഞു നിർത്തി. ആ പട്ടിയുടെ പേര് റോണി എന്നായിരുന്നു, മനസ്സിലായി? അപ്പോ റോണിയൊക്കെ ഡേഞ്ചറാ. അല്ല, റോണി ബിജു സേഫ് ഒന്നുമല്ല, റോണിയൊക്കെ ഡേഞ്ചറാ. റോണി, റോക്കി, ടിപ്പു ഒരു അല്ല പറഞ്ഞത്, പേരിലൊന്നും ഒരു കാര്യമില്ല. നമ്മളിപ്പോ ചില പ്രാവുകൾക്ക് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു പ്രാവിനെ ജാനകി എന്ന് കേട്ടിട്ടുണ്ട്, മസക്കലി എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സീതാദേവിയുടെ പേര് ജാനകി എന്നുള്ള പേര് ഇടാൻ പാടില്ല, ആ പര്യായങ്ങൾ ഇടാൻ പാടില്ല. നമ്മളിപ്പോ എന്താ ജോണിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കരിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു. ജോണിച്ചേട്ടൊന്നും പറയണില്ല. നീ വെറുതെ വളച്ചൊടിക്കല്ലേ കാര്യങ്ങൾ. നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ കാര്യങ്ങളും പറഞ്ഞു മാറ്റി. നിങ്ങൾ എപ്പോഴും ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ 60 പേര് വരും, ഇത് 2 പേര് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ. മോനാണ് ശരിക്കും പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ PSC റെഡിയാക്കുന്നത്, അല്ലെങ്കിൽ അറിയാൻ ഇരിക്കുക. 2 പേര് ചോദിക്കും. അല്ല, നിങ്ങൾ അവർ ആരും ഒരു ചോദ്യം ചോദിക്കില്ല.